വേറെ ഒഴിവായിക്കിട്ടും. പിന്നെ എല്ലാവരും പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അല്ല ശരിയല്ലേ? അപ്പൊ അവർക്ക് കൈ അനക്കാൻ തോന്നില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇന്നിവിടെ പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് കഴിയുന്നുണ്ടാവില്ല. അതായത് നമുക്ക് ഭൂമി നമ്മൾ കാണിക്കുന്ന സമയത്ത് ചിലര് ഭൂമി എങ്ങനെയാണെന്ന് കാണിക്കേണ്ട സമയം ആവശ്യം വരും. ഭൂമി ഇങ്ങനെയാണ്, ഭൂമി അല്ലെങ്കിൽ ചതുരത്തിലാണ്, ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഇത് കാണിക്കാൻ എക്സ്പ്രഷൻ ഇടാൻ പറ്റാത്ത വരും. ശരിയല്ലേ? പിന്നെ വേറൊന്ന്, നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾ നമ്മളത്ര അറിവൊന്നും ഇല്ല. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ പറയുന്നതാണ് ശരി. ബാക്കി മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ ശരി, അവർക്ക് അറിയാം, പക്ഷെ എൻ്റെ അത്ര അറിയില്ല. ഈ കാര്യത്തിൽ എൻ്റെ അത്ര അറിയില്ല. അങ്ങനെ വിചാരിച്ചു പറയണം. വേറൊരു ഉസ്താദൊക്കെ പറയുന്ന പ്രസംഗത്തിൽ പറയുന്ന കേൾക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, ആദ്യം പ്രസംഗിക്കാൻ പറ്റില്ല. നമ്മൾ കുറേ നോക്കിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെറിയ മാറ്റർ എടുക്കുക, ആ ചെറിയ മാറ്റർ നമ്മൾ നോക്കാത്ത രീതിയിൽ പറഞ്ഞ് പഠിക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. ശരിയല്ലേ? അതായത് നമ്മൾ വലിയ മാറ്റർ ആക്കിയിട്ടൊന്നും എടുക്കണം. കുറഞ്ഞ മാറ്റർ, അത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ തന്നെ നമുക്ക് വേദിയെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അവരിൽ കണക്റ്റ് ആക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഉസ്താദിന്റെ മാറ്റർ കേട്ടിട്ട് ഞാൻ തന്നെ ഭയങ്കര അതിശയപ്പെട്ടു പോയി. ഇത്രയധികം മാറ്റർ ഒരു ഉസ്താദിനെ കുറിച്ച് ഇത്രമാത്രം വർണ്ണിക്കുന്ന, അയ്യോ ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതായി. എത്രയോ മാറ്റർ ഉണ്ട്. അപ്പൊ ആ പറയുന്ന സമയത്ത് നമ്മൾ ഉസ്താദിനെ കുറെ പറഞ്ഞു. ഉസ്താദ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇല്ലേ, ആ ഉസ്താദ്, നമ്മൾ ഉസ്താദിന്റെ സ്ഥാനം, ആ ഉസ്താദിന്റെ വില, ഉസ്താദിന്റെ പോലീസ്, ഇത് ഞാൻ അറിയാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ആരും നമുക്ക് ഇപ്പോഴാണ് ഇവിടെ ചാൻസ്, സമാജവേദിയാണ്. നമുക്ക് എന്ത് തെറ്റിയാലും ആരും കേൾക്കാനൊന്നും പോകുന്നില്ല, ഇതാരും പുറത്തു പോകാൻ അറിയാനൊന്നും പോകുന്നില്ല. ഇവിടുന്ന് നമ്മൾ പഠിക്കുക. കാരണം പണ്ടുള്ള ആൾക്കാർ പ്രസംഗിച്ചത് കല്ലിനോട്, മുള്ളിനോട്, ഇലയോട്, കണ്ണാടിയോട്, ഇങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പോ ഒരു സംവിധാനമുണ്ട്. അത് മാത്രല്ല, ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം, ഇതിലെല്ലാം മാറ്റർ ഒതുങ്ങുന്നുണ്ട്. ആദ്യം ഉള്ളത് ഇംഗ്ലീഷ്, പിന്നെ ഖുതുബ. എല്ലാ സഭത്തിലും സമാജത്തിലൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ. എല്ലാവരുടെയും പ്രസംഗം, പാട്ട്, തീർന്നു. കൂടിപ്പോയ വേറെന്തെങ്കിലും ഉണ്ടോ? സമയം കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ വേറൊന്നാണ് ആരോഹണ അവരോഹണ ക്രമം. എപ്പോഴും നീ അടുപ്പണം ഒരേ ടോണാക്കണ്ട. നിങ്ങൾ ഒരേ ടോണാക്കുമ്പോ എന്താ പ്രശ്നം? ഇങ്ങനെ പറയാൻ പറ്റും. ആ ടോണാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മെല്ലെ പറയാം, പിന്നെയാണ് നമ്മൾ കത്തിക്കയറേണ്ടത്. ആ കത്തിക്കയറുന്നതിന്റെ ഇടയിൽ നമുക്ക് താന്നു കൊടുക്കാം. അപ്പം നമ്മളെ കുറച്ചും കൂടി കാര്യങ്ങൾ ആളുകൾക്ക് കത്തി തുടങ്ങും. മനസ്സിലായ പറയുന്നത്? എനിക്ക് തന്നെ കുറച്ച് ഫോൾട്ട് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടെ ആക്കുന്നില്ലേ? എല്ലാവർക്കും ഫോൾട്ട് ഉണ്ട്. ഫോൾട്ട് ഇല്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ എൻ്റെ ഫോൾട്ടിനനുസരിച്ച് ഞാൻ എങ്ങനെ എന്നെ മികവുറ്റതാക്കി മാറ്റാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കഥയോ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം എന്നെ പറ്റി പറഞ്ഞു, എനിക്ക് വലിയ കഴിവൊന്നും ഇല്ല. അത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ കഴിവില്ല, പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമല്ല, ചിലപ്പോൾ കേൾക്കാതിരിക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർ കേട്ടോണ്ടിരിക്കും. ആ കേട്ടോണ്ടിരിക്കുക, കേൾവിക്കാരന് കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, സ്റ്റഡി ആയിട്ട്. വേറൊന്ന്, ഞങ്ങളിങ്ങനെ കൈപിടിക്കുന്ന സമയത്ത് ചില ആൾക്കാർ, നമ്മളിപ്പോ പള്ളിയിലൊക്കെ വയതു പറയാൻ പോലെ എല്ലാ വെള്ളിയാഴ്ചയും, നല്ലതാണ്, അത് നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ചില ആൾക്കാർ കുടിക്കുക ഇങ്ങനെ, ഇയാൾക്ക് ഇങ്ങോട്ട് പോകാനും കഴിയില്ല, ഇങ്ങോട്ട് പോകാനും കഴിയില്ല. ഇതാണ് ലോക്കായി. ഏറ്റവും വലിയ ലോക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ പിടിക്കുന്ന സമയത്ത് കൈ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക.
അങ്ങനെ പറയുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കറക്കിക്കോ, അല്ലെ കൈകൊണ്ട് ഇങ്ങനെ ആയിക്കോ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, അതൊന്നും ആരും മാറ്റർ ആക്കില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോൾ ആ താളം ഉണ്ടല്ലോ, ആ താളം ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ 4 മാറ്ററുകൾ ശ്രദ്ധിക്കുക. ഒന്ന് ഇവിടെയുള്ള സ്റ്റാൻഡിങ്, പിന്നെ വേറൊന്ന് മുന്നിലിരിക്കുന്ന ആളോട് പുഞ്ചിരിക്കുക, പിന്നെ 4 സൈഡ് നോക്കുക. കാരണം ഇയാൾ മാത്രമല്ല എന്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ളത്, ഇയാളും ഉണ്ട്. ഇയാളെ പരിഗണിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. അപ്പൊ നമ്മളെല്ലാരും നോക്കുക. ചിലപ്പോൾ വേണേ ആളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ നോക്കുക. തേങ്ങനെ വേണമെന്ന് നോക്കിക്കോ. ഇത് ഇപ്പം കാണുന്ന ഞാൻ തേങ്ങയാണ്, തേങ്ങ ഊത്തിയിട്ട് അതിന്റെ ഒരു പ്രേക്ഷകനാണെന്ന് വിചാരിക്കും. ശരിയല്ലേ? അങ്ങനെയാണ്. അങ്ങനെ ചിലപ്പോൾ നർമ്മങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും നർമ്മം പറയാൻ ഫലിതങ്ങൾ ഈ ചിലപ്പോ നമ്മൾ ഈ കുഞ്ഞായി മുസ്ലിം കേട്ടിട്ടില്ലേ? അതങ്ങനെ പറയണമെന്നല്ല, അങ്ങനെ കുറെ നർമ്മം പറയുന്ന ആൾക്കാരാണ്. ഈ നർമ്മത്തിലൂടെ നമുക്ക് ആളുകളെ പെട്ടെന്ന് ക്യാച്ച് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് മാറ്റേഴ്സ്, പുതിയ പുതിയ മാറ്റേഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉൾക്കൊള്ളുക. ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക. അത് തന്നെ ആരോപണ അവരോഹണ ക്രമം. ഒരു കാലം കഥ പറഞ്ഞത്, ഞാൻ ഒരു ദർസ് പഠിക്കുന്ന സമയത്ത് ഒരു നാട്ടിലുള്ള ആൾക്കാർ മൊത്തം എങ്ങനെയാ ചെയ്യും? ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം നരകത്തിലാണ്. പെട്ടെന്ന് കയറിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം നരകത്തില്ല. ഞാൻ ഇപ്പം പറഞ്ഞുതരാം എന്താ കാര്യം. ബിസ്മി അന്തെല്ലാം നമുക്ക് പിന്നെ പറയും. ഞാൻ ഇതിന്റെ ഹദീസും കുറച്ച് ഓതി എല്ലാരും കൊണ്ട് പാന്റ് മടക്കിച്ച്, അത് ചിലരൊക്കെ കേൾക്കാൻ